ഇന്നലെ ഒരു ടീച്ചറമ്മ, ജയാമ്മ എന്ന് പറഞ്ഞൊരമ്മ, കേരളത്തെ മുഴുവൻ അമ്പരപ്പിച്ച് അവരുടെ സ്നേഹഭാജനമായ ഒരമ്മ, ഒരു മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന് പറയാൻ ധൈര്യമില്ലാത്ത, മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവിന് പറയാൻ ധൈര്യമില്ലാത്ത, അവിടെയാണ് ഒരു ടീച്ചറമ്മ പറഞ്ഞത്, സഹിക്കാൻ പറ്റില്ല, നശിച്ചുപോയി എൻ്റെ കേരളം, വടികൾ തിരിച്ചു വരണം, കൊന്നവനെ കൊല്ലണം, ഗൾഫ് നിയമം വരണമെന്ന് വരെ ആ അമ്മ പറഞ്ഞപ്പോൾ ഇവിടുത്തെ മീഡിയകളെല്ലാവരും ആ സഹോദരിയെ, മലയാളത്തിൻ്റെ മനുഷ്യ മനസ്സ് മുഴുവൻ സ്നേഹിച്ചപ്പോൾ ആ അമ്മയെ, ആ ടീച്ചറമ്മയെ, മീഡിയ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പിശാചുക്കൾ, മുഴുവൻ മീഡിയ പിശാചുക്കളും, ഞാൻ അല്പം നന്മയുണ്ടെന്ന് വിചാരിച്ച ഒരു മീഡിയക്കാരൻ ആ അമ്മയെ എടുത്തിട്ട് കുടയുകയാണ്. ഇപ്പോഴത്തെ തലമുറ മോശമെന്ന് നിങ്ങൾ പറഞ്ഞാൽ 80-ലെ തലമുറ നല്ലതായിരുന്നു, പെർഫെക്റ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ അമ്മയോട് ചോദിക്കുകയാണ്, പേടിപ്പിക്കുന്ന പോലെ. 80-ൻ്റെ തലമുറയാണോ ഇന്നത്തെ തലമുറ? അന്നത്തെ ക്രിമിനൽസാണോ ഇന്നത്തെ? ഈ പറയുന്ന പൊട്ടന്, ഈ മീഡിയ നിയന്ത്രിക്കുന്ന ഈ വൃത്തികെട്ടവന് അറിയില്ലേ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്? എന്നിട്ടും അത് പറയാൻ ധൈര്യം കാണിച്ച അമ്മയെ അഭിനന്ദിക്കേണ്ടതിന് പകരം, ആ ടീച്ചറെ അഭിനന്ദിക്കേണ്ടതിന് പകരം, എന്നിട്ട് അവർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ചൂര വടിയെടുക്കാൻ അനുവദിക്കാതിരുന്നത്, വടിയുണ്ടായിരുന്ന എൻ്റെ പള്ളിക്കൂടത്തിൻ്റെ ക്യാമ്പസ് നിറയെ മൗനവും അച്ചടക്കവുമായിരുന്നു. ഞാൻ ഹെഡ് മാസ്റ്ററായിരുന്നു ഹൈസ്കൂളിൻ്റെ. ഞാൻ ആ ക്യാമ്പസിലൂടെ ഒരു ചൂരവടിയുമായി നടന്നാൽ എൻ്റെ ചൂരവടി കൊണ്ട് ഞാൻ അധികം തല്ലിയിട്ടൊന്നുമില്ല, പക്ഷെ ആ ഒരു വടി മാത്രമായിരുന്നു ഒരു ക്യാമ്പസിൻ്റെ അച്ചടക്കത്തിൻ്റെ ആധാരമെന്ന്. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? എൻ്റെ കാലത്തെ വടിയുമായി നടന്ന അധ്യാപകനോടാണ് ഇന്നും എൻ്റെ ആദരവ്. ഞങ്ങളെപ്പോഴും വീട്ടിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടുമ്പോൾ പറയും, നമ്മുടെ ആ സാറ് എന്ന് പറയും. തല്ലിയ അധ്യാപകനോടാണ് ഇന്ന് സ്നേഹം. അല്ലേ? നിങ്ങൾക്കല്ലെന്ന് പറയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ മക്കളെ തല്ലാതെ വളർത്തിയതിൻ്റെ ദുരന്തമല്ലേ കൊടും ക്രിമിനലുകളും പിശാചുക്കളും മനുഷ്യമൃഗങ്ങളുമായി അധപ്പതിച്ചത്? ഇവിടെ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പാശ്ചാത്യ പാഠങ്ങളെ മതം വലിച്ചെറിഞ്ഞ, ദൈവം വലിച്ചെറിഞ്ഞ, സ്വന്തം മതം പോലും വലിച്ചെറിഞ്ഞ അമേരിക്കയുടെയും പാശ്ചാത്യൻ്റെയും ജീവിത പാഠങ്ങളെ അതേപടി പകർത്താനല്ലേ ഇപ്പോഴും മുസ്ലിം എന്ന് പറയുന്ന നാമൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഇന്നെത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാനിലേക്ക് കാലെടുത്ത് വയ്ക്കാനും, റമദാനിൻ്റെ ചില ദിനരാത്രങ്ങളെ പവിത്രമായ ആ ദിനരാത്രങ്ങളിലൂടെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നോമ്പ്, തറാവീഹ്, രാത്രി നമസ്കാരങ്ങൾ, ദാനധർമാദികൾ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനും അവൻ്റെ പ്രീതി പിടിച്ചു പറ്റാനും സഹായകമായ കർമ്മങ്ങളിലൂടെ പരിശുദ്ധ റമദാനിൻ്റെ അമലുകൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും സ്വാധീനതയുമുള്ള ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ റബ്ബ് തആല ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകിയിരിക്കുകയാണ്. റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നന്മകളെ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ മാസം, ഇത് ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു അത്ഭുത മാസമാണ്. മാനവരാശിയെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹോന്നതമായ സീമകളിലേക്ക് അള്ളാഹു കൈപിടിച്ച് ആനയിക്കാനും അവനെ വളർത്താനും ഉയർത്താനും തീരുമാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഉദ്ദേശിക്കുന്ന പദ്ധതി നമ്മളെ വളർത്തുക എന്ന പദ്ധതിയാണ്, നമ്മളെ ഉയർത്തുക എന്ന പദ്ധതിയാണ്. നമ്മുടെ എല്ലാ അനന്ത സാധ്യതകളിലേക്കും നമ്മളെ പരമാവധി എത്തിക്കുക എന്നതാണ് റബ്ബിൻ്റെ പദ്ധതി. സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ അന്തർലീനമാണ്. നമ്മുടെ വളർച്ചാ സാധ്യതകൾ പൊട്ടൻഷ്യലായി നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമാണ്. ആ സാധ്യതകളിലെ ഒന്നും നഷ്ടപ്പെടുത്താതെ വളരാവുന്നതിൻ്റെ പരമാധിപതികളിലേക്ക് നമ്മളെ ഉയർത്തുക എന്നതാണ് പടച്ചവൻ്റെ പദ്ധതി. വളർച്ച എവിടെയെങ്കിലും വെച്ച് വളരാതെ മുരടിച്ചു പോകാനോ, വളർച്ച എവിടെയെങ്കിലും വെച്ച് പാതി വഴിയിൽ മുടങ്ങിപ്പോകാനോ അനുവദിക്കാതെ ഒരു മനുഷ്യൻ്റെ വളർച്ചാ സാധ്യതകളെ അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ, അവൻ്റെ വളർച്ചയുടെ സാധ്യതകൾ അറിയുന്ന അള്ളാഹു നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായ നിലയിൽ അതിൻ്റെ പദ്ധതിയായി സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ മനുഷ്യ വളർച്ചാ പദ്ധതിയിലൂടെ, അല്ലെങ്കിൽ ഈ മനുഷ്യ നിർമ്മാണ പദ്ധതിയിലൂടെ, ഹ്യൂമാൻ ബിൽഡിംഗ് പ്രൊജക്റ്റ് എന്നോ എന്തു വേണേൽ പറയുക, ഈ മനുഷ്യ നിർമ്മാണ പദ്ധതി മനുഷ്യത്വത്തിൻ്റെ പരകോടിയിലേക്ക് മനുഷ്യാസ്തിത്വത്തെ വളർത്തി വലുതാക്കുന്ന അള്ളാഹുവിൻ്റെ മനോഹരമായ പദ്ധതിയോട്
അച്ചടക്കപൂർണമായി സമരസപ്പെട്ട് ജീവിച്ച മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു അവരിൽ നിക്ഷേപിച്ച എല്ലാ സിദ്ധികളിലൂടെയും ഉയർച്ചയുടെ ഉന്നതങ്ങളെ പ്രാപിക്കാനും, അങ്ങനെ മനുഷ്യത്വം എവിടെയോ വളർന്നവർ, എവിടെയോ ജനിച്ചവർ, നൂറ്റാണ്ടുകളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, അംഗീകാരത്തിൻ്റെ ഇരിപ്പിടങ്ങൾ ഉറപ്പിക്കാനും കഴിഞ്ഞ മഹാമനീഷികളായി ഈ ലോകത്ത് മനുഷ്യർ മാറിയ കഥകൾ, ചരിത്രങ്ങളാണ് ലോക ചരിത്രത്തിൻ്റെ നമ്മുടെ മുമ്പിലുള്ള പാഠങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വളർച്ചകളെല്ലാം അവർക്ക് സാധ്യമായത് പ്രവാചകന്മാർ പശ്ചാത്തലപരമായി പരാധീനകളിലും പരിമിതികളിലും കഴിഞ്ഞുകൂടിയ പ്രവാചകന്മാർ പക്ഷേ യുഗാന്തരങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ നിറവിലും മനുഷ്യ മനസ്സുകളിൽ ആദരവിൻ്റെ ഇരിപ്പിടം കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മനുഷ്യത്വത്തിൻ്റെ അനന്തമായ സിദ്ധിവിശേഷങ്ങളെ അവരുടെ മനസ്സിൻ്റെ അനന്തമായ സാധ്യതകളിൽ അവർ ഇടപെടൽ നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പദ്ധതികളുമായി സമരപ്പെട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് അവർ ഉയർന്നതുകൊണ്ടാണ്, വളർന്നതുകൊണ്ടാണ് നബിമാർ ഇന്നും ലോക മനസ്സകങ്ങളിൽ, ലോകമാനവികതയുടെ നെഞ്ചകങ്ങളിൽ അത്യപാരമായ ആദരവിൻ്റെ പ്രതിരൂപങ്ങളായി ഉയർന്നു നിൽക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നാം വളരാനുള്ളവരാണ്. നാം ഈ വളർന്നിടത്തൊന്നും നിൽക്കേണ്ടവരല്ല. സൗദി അറേബ്യയിൽ ജനിച്ചവർ, ഈ ആലുവയുടെ മണ്ണിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ജനിച്ചവർ സുപരിചിതരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളിൽ നേരെ അകലെയായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളിൽ നിന്ന് മെസോപ്പൊട്ടോമിയയിലായിരുന്നു, ഏറെ അകലെയായിരുന്നു. 4000 കൊല്ലങ്ങൾക്കപ്പുറത്ത് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ ഒരിടത്ത്, അധികാര കേന്ദ്രങ്ങൾ, എല്ലാ എതിർപ്പുകളും എടുത്തുപയോഗിച്ചിടത്ത് വളർന്നു വന്ന ഇബ്രാഹിം ഇന്ന് ലോക ജനതയുടെ പ്രിയങ്കരനായി മാറുന്നെങ്കിൽ, മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്, ശ്രീയേശുവിന് എന്ന് ലോകം വിളിക്കുന്ന ഈസാ പ്രവാചകന് ആദരവിൻ്റെ പരമോന്നത പദങ്ങളിൽ പദമുറപ്പിക്കാൻ ഇന്നുമാവുന്നുണ്ടെങ്കിൽ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന നമ്മെപ്പോലെ മജ്ജയുള്ള, മാംസമുള്ള, ചോരയുള്ള ഇതേ പ്രകൃതത്തിൽ ജനിച്ച ഒരു മനുഷ്യന് ജനകോടികളുടെ മനസ്സുകളിൽ നിന്ന് ചിരപ്രതിഷ്ഠിതമായ ഒരിടമുണ്ടെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുമ്പോൾ വളരുകയാണ്. ജീവിച്ച കാലത്തിൻ്റെ പരിമിതികൾ അതിജീവിച്ച് വളരുകയാണ്. സഹോദരങ്ങളെ, ഈ വളർച്ച അവനെ എത്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ അതിരുകളെ ലംഘിച്ച് അവൻ സ്വർഗത്തിൻ്റെ അനന്ത സീമകളിൽ അവൻ്റെ പാർപ്പുറപ്പിക്കുന്നിടത്തോളം അവനെ വളർത്തുക എന്ന പടച്ചവൻ്റെ പദ്ധതി. ആ പദ്ധതിക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധമായ മാസത്തിൽ നാം വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ചെയ്ത എത്ര വലിയ ഭാഗ്യമാണ്. ഈ പദ്ധതികളോട് പൊരുത്തപ്പെടാതെ, അള്ളാഹുവിൻ്റെ ഈ അച്ചടക്ക പരിപാടികളെ കണ്ണു തുറന്ന് കാണാതെ, എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞാനൊരു ശരീരമാണെന്ന് മാത്രം ചിന്തിച്ച്, എൻ്റെ ശരീരം മൈ ബോഡിയാണ്, മൈ ചോയ്സാണ് എന്ന്, എൻ്റെ ശരീരത്തിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ശരീരകേന്ദ്രീകൃതമായി ജീവിച്ച് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അന്തസത്തയെ കണ്ടെത്താതെ, അതിനെ വളർത്താനുള്ള സാധ്യതകളിൽ ഇടപെടാതെ ജീവിച്ച മനുഷ്യരെല്ലാം തകർന്ന് തരിപ്പണമായി ലോകത്താർക്കും വേണ്ടാത്തവരോ വെറുക്കപ്പെട്ടവരോ ആയി പരിണമിച്ച ഒരു ലോകത്താണ് നമ്മൾ. അതിൽ സാമ്രാട്ടുക്കളുണ്ട്, അതിൽ അതീവ സമ്പന്നന്മാരുണ്ട്, അതുപോലെ അവരിൽ പലരുമുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് നമ്മളെ വളർത്താനാണ്. നമ്മുടെ വളർച്ചാ പദ്ധതി നിശ്ചയിക്കുന്നത് നമ്മുടെ സൃഷ്ടാവാണ്. നാം നിശ്ചയിച്ച പദ്ധതികൾ, പുതിയ കാലത്തിൻ്റെ പദ്ധതികൾ, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ദൈവികമായ പദ്ധതികൾ തടസ്സമാണെന്ന് കണ്ടുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ, ദൈവവിരുദ്ധ ശക്തികൾ ലോകത്ത് മുഴുവൻ ആവിഷ്കരിച്ച പുതിയ തലമുറയുടെ ജീവിതത്തിന് അളവിലക്കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ലോകത്തവർ ആവിഷ്കരിച്ച മുഴുവൻ പദ്ധതികൾ കൊണ്ടും മനുഷ്യനെന്ന് മൃഗങ്ങളെയും പിശാചുക്കളെയും തോൽപ്പിക്കുന്ന അധപ്പതനത്തിലേക്ക് അവൻ കൂപ്പുകുത്തിക്കഴിഞ്ഞതിൻ്റെ ദാരുണമായ ദുരന്തങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ചടക്കത്തിന് മനുഷ്യനെ വിട്ടുകൊടുത്തുകൂടാന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാമു,
നിങ്ങൾക്ക് ജീവിതത്തിന് മനസ്സിന് അച്ചടക്കം നൽകുന്ന നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബാലല്ലദീന മിൻ ഖബലിക്കും, മുഴുവൻ മനുഷ്യർക്കും അവരെ വളർത്താൻ വേണ്ടി, അവരെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ടായിരുന്ന നോമ്പ്, അതാണ് നിങ്ങൾക്കും തരുന്നത്. നോമ്പിൻ്റെ അച്ചടക്ക പാഠങ്ങളിലൂടെ, നോമ്പിൻ്റെ അച്ചടക്കത്തിൻ്റെ ശീലങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്ത് വിജയം കൈവരിച്ചിട്ടില്ല. അതുകൊണ്ട് കമാ കുത്തിബാലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് നോമ്പ് നാം നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ തഖ്വ, അച്ചടക്കം, ഡിസിപ്ലിൻ, കൺട്രോൾ ഉണ്ടാകാനാണ്. കൺട്രോൾ വേണം. പിടിച്ചാൽ കിട്ടാത്ത പൊട്ടിത്തെറിയുടെ ഫലമല്ലേ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തലയ്ക്കടിച്ച് കൊന്നിട്ട് സ്വന്തം സഹപാഠികൾ ഇന്ന് അനുഭവിക്കുന്നത്? ഈ ജീവിതം അവരെ പഠിപ്പിച്ചതാരാ? കള്ളിനും പെണ്ണിനും തൻ്റെ പ്രണയിനിയെ തൻ്റെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തിയ അവരുടെ കൂടി തലയ്ക്കടിച്ചു കൊല്ലാൻ വേണ്ടി അഫ്ഫാൻ എന്ന വെഞ്ഞാറ് മൂടുകാരനെ പ്രാപ്തമാക്കിയത് അവന് അച്ചടക്കം പഠിപ്പിക്കാതെ പോയത് കൊണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നിയന്ത്രണം സമ്മാനിക്കാൻ വേണ്ടി അള്ളാഹു തന്നത്, അതിനെയെല്ലാം മറികടന്ന അതിലംഘിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബ പശ്ചാത്തലം, അതായിരുന്നു അഫ്ഫാനെ ലോകത്ത് വെറുക്കപ്പെട്ടവനും ഈ ലോകത്ത് മൃഗങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന ഒരു പിശാചുമായി അധപ്പതിപ്പിച്ചതെങ്കിൽ ഈ ജീവിതമാണ് ജീവിതമെന്നല്ലേ നിങ്ങളോട് സാമ്രാജ്യത്വം അമേരിക്ക പഠിപ്പിക്കുന്നത്? അമേരിക്കയിൽ അവർ വളർത്തിയെടുത്ത മൃഗങ്ങൾ അത്തരക്കാരല്ലേ? യൂറോപ്പിൽ, ഇസ്രയേലിൽ അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ഇത്തരക്കാരല്ലേ? കള്ളിനും പെണ്ണിനും ലഹരിക്കും പലിശയ്ക്കും ഒക്കെ അടിമപ്പെട്ട് ജീവിതത്തിൻ്റെ കൺട്രോള് പൊട്ടിയ ജന്മങ്ങളായി ലോകം മാറുമ്പോൾ ഇന്ന് കേരളത്തിൽ അതിൻ്റെ ദുരന്ത പ്രത്യാഘാതങ്ങൾ 50 കൊല്ലം മുമ്പ് നിയന്ത്രണമില്ലാത്ത ഈ ജീവിതത്തിൻ്റെ ഇച്ഛകളെ പിടിച്ചു കെട്ടാൻ അറിയാത്ത ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിലൂടെ ലിബറലിസത്തിൻ്റെയും മാനവ സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒരു 50 കൊല്ലം മുമ്പേ നടന്നുപോയ അമേരിക്കൻ ജനത അവനവൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മതമോ അവൻ്റെ സംസ്കാരമോ അവൻ്റെ സാമൂഹിക സംവിധാനങ്ങളോ തൻ്റെ ജീവിതത്തിന് സന്തോഷം തരില്ലെന്ന് അവരെല്ലാവരും ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചു പള്ളിമുറ്റത്ത്. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വരുന്ന അമേരിക്കക്കാരിയായ ഒരു ലേഡി കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അവളുടെ ഭർത്താവ് നേരത്തെ നഷ്ടപ്പെട്ടതാണ്. ഭർത്താവില്ല, നഷ്ടപ്പെടലിൻ്റെ പ്രശ്നമില്ല. ഭർത്താവിനോടൊത്ത ഒരു ജീവിതം പോലും അവർക്ക് എന്തെന്നറിയില്ല. ഒരു മോനുണ്ട് ഇപ്പോൾ കൂടെ. സിംഗിൾ പാരൻറ്റിംഗ് ആണത്, പ്രയാസകരമാണെന്ന് ഇപ്പം എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, സിംഗിൾ പാരൻറ്റിങ് വിഷമമാണ്. ഭർത്താവിനോട് ഒരിത്തിരി ഒതുങ്ങി ജീവിക്കാനല്ലേ ഈ സമുദായം പറഞ്ഞുള്ളൂ, ദീൻ പറഞ്ഞുള്ളൂ. അതിനെത്രയാ കൊഞ്ഞനം കുത്തൽ കേട്ടത് ഈ സമുദായം? ആ സഹോദരി പറഞ്ഞു അത്രേ, ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ അരക്ഷിതരാണ്, വളരെ പ്രയാസത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ അമേരിക്കയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കിഷ്ടം ഇവിടെ ജീവിക്കാനാണ്, ഇവിടെ നിന്നൊരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പൗരസ്ത്യ നാടുകളിൽ ജീവിക്കാനാണ്. ഇതൊരു പെണ്ണിൻ്റെ കഥയല്ല, ഇതുപോലെ പലരും പറഞ്ഞ കഥകൾ എനിക്ക് തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളോടും പങ്കുവച്ചിട്ടുണ്ടാകുമെന്ന് കരുതുക. ഞാനൊരിക്കൽ യാത്ര ചെയ്തു പോകുമ്പോൾ, ഞാനൊരിക്കൽ എൻ്റെ ഡ്രൈവർ അലക്സോ അലനോ ഏതാണ്ടാണ്, അയാൾ ഇവിടെ നിന്ന് എന്നെ വിവാഹത്തിന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ബോസ് അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, എന്നിട്ടെന്താ താങ്കൾ അമേരിക്കയിൽ പോയില്ല? അയാൾ പറഞ്ഞു, അയ്യോ അമേരിക്കയിലേക്ക് വരികയും വേണ്ട, നീ നിൻ്റെ മക്കളെ വിടുകയും വേണ്ട എന്ന് അയാൾ പറയുകയാണ്. എന്താ കാര്യം? 2 ആൺമക്കളാണടാ എനിക്ക്. 20 കൊല്ലമായി എൻ്റെ ഭാര്യ അവന്മാർക്ക് മന്ത്രകോടിയും കരുതി കാത്തിരിക്കുകയാണ്. അവന് കല്യാണവും വേണ്ട, പെണ്ണും വേണ്ട, പടക്കോഴിയും വേണ്ട. അതുകൊണ്ട് നീയും വരണ്ട അമേരിക്കയിലേക്ക്, നിൻ്റെ മക്കളെയും വിടരുത് എന്നാണ് എന്നെ അദ്ദേഹം ഉപദേശിക്കുന്നത്. ഞാനോ തുലഞ്ഞു, എനിക്കിനി അങ്ങോട്ടേ മടക്കമുള്ളൂ. സഹോദരങ്ങളെ, ആത്മാവിൻ്റെ അച്ചടക്കത്തെ, ശരീരത്തെ പിടിച്ചു കെട്ടുന്ന നിയന്ത്രണത്തിൻ്റെ ദീനി പാഠങ്ങളെ, ബാലപാഠങ്ങളെ, ദൈവിക പാഠങ്ങളെ വലിച്ചെറിഞ്ഞ ഒരു സമൂഹം അനുഭവിച്ച് തിരിച്ചറിഞ്ഞവർ മടങ്ങുന്നത് ഇന്ന് ഇസ്ലാമിലേക്കാണ്. ഏറ്റവും വലിയ വളർച്ച അവിടെ ഇസ്ലാമിനാണ്. യൂറോപ്പിൽ ഏറ്റവും വലിയ വളർച്ച അവിടെ ഇസ്ലാമിനാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് സാമ്രാജ്യത്വ ശക്തികൾ അമേരിക്കയുടെ, ബ്രിട്ടൻ്റെ പിന്തുണയോടുകൂടി ഇന്ന് പാശ്ചാത്യ മതങ്ങളെ, സാമ്രാജ്യത്വ മതങ്ങളെ അവർ വെറുക്കുകയും അവർക്ക് തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്തതിലൂടെ
അവർ പൗരസ്ത്യ മതങ്ങളെ തേടിയെത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട മെയിൻ ഓപ്ഷനായി ഇസ്ലാം മാറുന്നത് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടനിൽ ഇന്ന് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി പൗരസ്ത്യ മതങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് മാറിക്കോ എന്ന് പറഞ്ഞ് ഇന്ന് പാശ്ചാത്യ ശക്തികൾ ഹിന്ദുമതം പ്രൊമോട്ട് ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളുമൊക്കെയായ കൂട്ടുകാരൊപ്പമാ. അവൻ പറഞ്ഞു, എനിക്ക് പഠനാവശ്യത്തിന് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പാതിരാത്രി മുഴുവൻ ഹോട്ടലിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഭക്ഷണം കണ്ടെത്തണമെങ്കിൽ അത് വേണം. പക്ഷേ തൊട്ടടുത്ത് അമ്പലമുള്ളത് കൊണ്ട് മറ്റു കുട്ടികൾക്ക് പ്രശ്നമില്ല, 3 നേരവും ഭക്ഷണമുണ്ടെന്ന്. എവിടെയാണിത്? കേരളത്തിലോ ഇന്ത്യയിലോ അമ്പലത്തിലൊരു ഹിന്ദുവിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെവിടെയും കണ്ടിട്ടില്ല 3 നേരം. പക്ഷേ ഋഷി ശുനക് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനെ പ്രധാനമന്ത്രിയാക്കി വെച്ചുകൊണ്ട് ഇന്ത്യയുമായി ഇസ്ലാമിനെതിരെയുള്ള നയതന്ത്രത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യ നാടുകൾ ബ്രിട്ടനിൽ മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ രാജാക്കന്മാരെ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ട് പൗരസ്ത്യതയോടാണ് നിങ്ങളുടെ ആകർഷണമെങ്കിൽ, പാശ്ചാത്യ മതത്തെ നിങ്ങൾക്കിനി നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൗരസ്ത്യ മതങ്ങളോടാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അത് ഇസ്ലാം ആയിരിക്കേണ്ട, അത് ഹിന്ദുത്വം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ. അതുകൊണ്ട് എല്ലാ പിന്തുണയോടും കൂടി ക്ഷേത്രങ്ങൾ പണിത് എല്ലാ മക്കൾക്കും 3 നേരം ഭക്ഷണം കൊടുത്ത് വളർത്തുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചരിത്രത്തിൽ? എന്നോട് പറഞ്ഞതാ ഉമ്മ. അപ്പോൾ ഇന്നലെ പറഞ്ഞു, വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സമയത്ത് ഞാനും അവിടെ പോയി കഴിക്കും, എനിക്കും കിട്ടുമെന്ന്. ഹിന്ദു ക്ഷേത്രത്തിൽ ബ്രിട്ടനിൽ ക്ഷേത്രങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഭക്ഷണം കൊടുക്കുന്നു എന്ന്. നന്മയാണത്, അംഗീകരിക്കണം നമ്മൾ. വിദ്യാർത്ഥികൾക്ക് പറ്റണമുണ്ടോ നമുക്ക് എന്നല്ല, അതൊരു പദ്ധതിയുടെ കൂടി ഭാഗമാണ്. ബ്രിട്ടനിൽ എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ വംശജൻ അവിടെ പ്രധാനമന്ത്രിയായി? അമേരിക്കയിൽ ഒരു ഇന്ത്യൻ വംശജയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ത്യ പൗരസ്ത്യ സമൂഹത്തോടും ആദർശങ്ങളോടുമാണ് നിങ്ങൾക്ക് ആഭിമുഖ്യമെങ്കിൽ ആത്മീയതയോടൊരൽപ്പം ആഭിമുഖ്യമുള്ളത് പൗരസ്ത്യതയ്ക്കല്ലേ? ആത്മാവിനെ മറന്നുപോയ പാശ്ചാത്യ ദർശനങ്ങൾ നിങ്ങൾ വെറുത്തു മടുത്തു എങ്കിൽ നിങ്ങൾ ദയവായി ഇസ്ലാമിലേക്ക് പോകരുതേ, വേറെ ഒരു പൗരസ്ത്യ ദർശനം കാട്ടിത്തരാം, അത് ഹിന്ദുമതമായിക്കൊള്ളട്ടെ. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ലോകത്തിന് ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു കെട്ടാൻ പഠിപ്പിക്കാത്ത, പരിശീലിപ്പിക്കാത്ത ദർശനങ്ങൾ മടുത്തിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. സ്വന്തം മക്കൾ ശാപമായി, ഭാരമായി, അന്തകന്മാരും ഘാതകന്മാരുമായി തോക്കും ചുണ്ടി മുമ്പിൽ നിൽക്കുന്നു. 50 കൊല്ലം മുമ്പേ നടന്നുപോയി അതിൻ്റെ കെടുതി തിരിച്ചറിഞ്ഞ് ആ ലോകം തിരിച്ചു നടക്കുമ്പോഴാണ് 15 കൊല്ലം മുമ്പ് അമേരിക്കയാണെന്തോ മഹാസംഭവം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പാന്ന് പറഞ്ഞ് നമ്മൾ നടന്നു തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങി അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങി. അതാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ യുവതയുടെ ക്രിമിനൽ വാസന. മക്കളോടൊന്നും പഠിപ്പിക്കരുത്, മക്കളെ നിയന്ത്രിക്കരുത്, അവരുടെ ഇഷ്ടം പോലെ വടിയെടുക്കരുത്. AEOമാർ DEOമാർ പള്ളിക്കുടങ്ങളിൽ വടിയെടുത്ത് അധ്യാപകരോട് വടി താഴെ വയ്ക്കണം, ചൂരവടിയുമായി സ്കൂളിൽ കയറിപ്പോകരുതെന്ന്. ഇന്നലെ ഒരു ടീച്ചറമ്മ, ജയാമ്മ എന്ന് പറഞ്ഞൊരമ്മ, കേരളത്തെ മുഴുവൻ അമ്പരപ്പിച്ച് അവരുടെ സ്നേഹഭാജനമായ ഒരമ്മ, ഒരു മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന് പറയാൻ ധൈര്യമില്ലാത്ത, മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവിന് പറയാൻ ധൈര്യമില്ലാത്ത, അവിടെയാണ് ഒരു ടീച്ചറമ്മ പറഞ്ഞത്, സഹിക്കാൻ പറ്റില്ല, നശിച്ചുപോയി എൻ്റെ കേരളം, വടികൾ തിരിച്ചു വരണം, കൊന്നവനെ കൊല്ലണം, ഗൾഫ് നിയമം വരണമെന്ന് വരെ ആ അമ്മ പറഞ്ഞപ്പോൾ ഇവിടുത്തെ മീഡിയകളെല്ലാവരും ആ സഹോദരിയെ, മലയാളത്തിൻ്റെ മനുഷ്യ മനസ്സ് മുഴുവൻ സ്നേഹിച്ചപ്പോൾ ആ അമ്മയെ, ആ ടീച്ചറമ്മയെ, മീഡിയ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പിശാചുക്കൾ, മുഴുവൻ മീഡിയ പിശാചുക്കളും, ഞാൻ അല്പം നന്മയുണ്ടെന്ന് വിചാരിച്ച ഒരു മീഡിയക്കാരൻ ആ അമ്മയെ എടുത്തിട്ട് കൊടയുകയാണ്. ഇപ്പോഴത്തെ തലമുറ മോശമെന്ന് നിങ്ങൾ പറഞ്ഞാൽ 80-ലെ തലമുറ നല്ലതായിരുന്നു, പെർഫെക്റ്റാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ അമ്മയോട് ചോദിക്കുകയാണ്, പേടിപ്പിക്കുന്ന പോലെ. 80-ൻ്റെ തലമുറയാണോ ഇന്നത്തെ തലമുറ? അന്നത്തെ ക്രിമിനൽസാണോ ഇന്നത്തെ? ഈ പറയുന്ന പൊട്ടന്, ഈ മീഡിയ നിയന്ത്രിക്കുന്ന ഈ വൃത്തികെട്ടവന് അറിയില്ലേ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്? എന്നിട്ടും അത് പറയാൻ ധൈര്യം കാണിച്ച അമ്മയെ അഭിനന്ദിക്കേണ്ടതിന് പകരം, ആ ടീച്ചറെ അഭിനന്ദിക്കേണ്ടതിന് പകരം, എന്നിട്ട് അവർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ വടിയെടുക്കാൻ അനുവദിക്കാതിരുന്നത്, വടിയുണ്ടായിരുന്ന എൻ്റെ പള്ളിക്കൂടത്തിൻ്റെ ക്യാമ്പസ് നിറയെ മൗനവും അച്ചടക്കവുമായിരുന്നു. ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഹൈ സ്കൂളിൻ്റെ.
ഞാൻ ആ ക്യാമ്പസിലൂടെ ഒരു ചൂരവടിയുമായി നടന്നാൽ എൻ്റെ ചൂരവടി കൊണ്ട് ഞാൻ അധികം തല്ലിയിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു വടി മാത്രമായിരുന്നു ഒരു ക്യാമ്പസിൻ്റെ അച്ചടക്കത്തിൻ്റെ ആധാരമെന്ന്. അല്ലേ അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? എൻ്റെ കാലത്തെ വടിയുമായി നടന്ന അധ്യാപകനോടാണ് ഇന്നും എൻ്റെ ആദരവ്. ഞങ്ങളെപ്പോഴും വീട്ടിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടുമ്പോൾ പറയും നമ്മുടെ ആ സാറ് എന്ന് പറയും. തല്ലിയ അധ്യാപകനോടാണ് ഇന്ന് സ്നേഹം. അല്ലേ? നിങ്ങൾക്കല്ലെന്ന് പറയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ മക്കളെ തല്ലാതെ വളർത്തിയതിൻ്റെ ദുരന്തമല്ലേ കൊടും ക്രിമിനലുകളും പിശാചുക്കളും മനുഷ്യമൃഗങ്ങളുമായി അധപ്പതിച്ചത്? ഇവിടെ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പാശ്ചാത്യ പാഠങ്ങളെ മതം വലിച്ചെറിഞ്ഞ, ദൈവം വലിച്ചെറിഞ്ഞ, സ്വന്തം മതം പോലും വലിച്ചെറിഞ്ഞ അമേരിക്കയുടെയും പാശ്ചാത്യൻ്റെയും ജീവിത പാഠങ്ങളെ അതേപടി പകർത്താനല്ലേ ഇപ്പോഴും മുസ്ലിം എന്ന് പറയുന്ന നാമൊക്കെ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു കല്യാണം നടന്നാൽ എന്താ? നമ്മുടെ വീട്ടിലൊരു ഹൗസ് വാമിങ് നടന്നാൽ എന്താ? അല്ലെ തന്നെ അവൻ്റെ വീട് വെക്കലെങ്ങനെയാ? എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? അനുകരണം 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 മാത്രമായി. ജൂത നസാറാക്കളെ ചാണിന് ചാണായും ശിബിറം ബി ശിബിരിൻ വദിറാഅം ബിദിറാ, ചാണിന് ചാണായും മുഴത്തിനും മുഴമായും അവൻ പിൻപറ്റും. ഹത്താ ലൗ ദഖലു ഹുജറ റബ്ബിൻ ലതബിഅതുമൂഹും. അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിൽ പോയി കയറുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഈ മാളത്തിൽ കയറുന്നതെന്ന് പോലും നീ ആലോചിക്കല, നീയും പോയി കയറും. ഇസ്ലാം പറഞ്ഞു മുടി കുറച്ച് വളർത്തിയിട്ട് ഇത് അരിഞ്ഞു വെക്കരുതെന്ന്. കസ് പാടില്ലെന്ന് റസൂലുള്ള വിലക്കി. പാശ്ചാത്യൻ അങ്ങനെ ചെയ്തു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പയ്യനെ കണ്ടു. അവൻ്റെ ഇവിടെ മുതൽ വട്ട ഇങ്ങനെ വടിച്ചു വെച്ചേക്കുക. ഞാൻ ചോദിച്ചു എന്താടാപ്പ ഇത്? എന്തിനത് ചെയ്തു? അവന് പോലും അറിയില്ല. എല്ലാവരും ചെയ്യണം, ഞാനും ചെയ്തു. ഇങ്ങനെ വൃത്തികെട്ട അനുകരണം മാത്രം സ്വയം പിടിച്ചു കെട്ടാനാവാതെ മനുഷ്യനെന്ന് നിനക്ക് ശരീരവും മനസ്സുമായി നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്നെ നിയന്ത്രിക്കാൻ വെച്ചിരിക്കുന്ന പദ്ധതിയാണിത്. സൂര്യൻ അനുസരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അച്ചടക്ക പദ്ധതി, ചന്ദ്രൻ അനുസരിക്കുന്ന പദ്ധതി, നക്ഷത്രങ്ങൾ അനുസരിക്കുന്ന പദ്ധതി, ഇവിടുത്തെ എല്ലാ ജന്തുജാലങ്ങളും അനുസരിക്കുന്ന പദ്ധതി, പ്രകൃതിയിലെ നിനക്ക് മാത്രം അനുസരിച്ചുകൂടെന്ന് നിന്നെ പഠിപ്പിച്ചത് ആരാ പഠിപ്പിച്ചേ? അള്ളാഹുവിനെ മറന്നവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ ഇതുപോലൊരു സുവർണാവസരം നമുക്ക് മനുഷ്യരാകാൻ, നാളെ കരയാതിരിക്കാൻ. ഈ ഒരു റമളാൻ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഗതി വരുമായിരുന്നില്ല. ഈ ഒരു റമളാൻ അനുസരിക്കപ്പെടുന്ന റമളാൻ ഉണ്ടെങ്കിൽ യൂറോപ്പിന് ഗതി വരുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമളാനിലേക്ക് നമ്മുടെ മക്കളെ പഠനത്തിൻ്റെയും കോളേജ് സ്കൂൾ പഠനത്തിൻ്റെയും പേരിൽ കുട്ടികൾക്ക് നോമ്പും നിസ്കാരവും തടസ്സമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയറൂരി വിട്ട നമ്മളെന്ന് പറയുന്ന ഇതിനു മുമ്പത്തെ തലമുറ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ആൽഫ ജനറേഷനോ ബീറ്റ ജനറേഷനോ ഇതുണ്ടാകുമായിരുന്നില്ല. വല്ലാഹി ഉണ്ടാകുമായിരുന്നില്ല. നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മമാർ നോമ്പ് വെപ്പിച്ചു, നമ്മളെ നിസ്കരിപ്പിച്ചു. നമ്മുടെ മക്കൾ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി കുപ്പായ ഇടുമ്പോഴത്തേനും മുസല്ലേ കയറിയിട്ട് അതുപോലെ അനുകരിച്ചു. നിസ്കാരം നമുക്ക് ആവേശമായി. നിസ്കാരം ഒരു വക്കത്ത് മുടങ്ങിയാൽ നമ്മുടെ ചങ്ക് പൊട്ടുന്ന നിലയിലെത്തി. റമളാൻ മാസത്തിൽ നോമ്പ് വെച്ചില്ലെങ്കിൽ അത് താങ്ങാനാവാത്ത സ്ഥിതിയിലെത്തി. അതൊക്കെ അച്ചടക്കം ഒരാനന്ദമായി ആസ്വാദനമായി മാറിയ ഒരു തലമുറ. പത്രക്കാരൻ മീഡിയക്കാരൻ ചോദിച്ച ചോദ്യം, 80-ലെ തലമുറ മോശമായിരുന്നില്ലേ, പെർഫെക്റ്റ് ആയിരുന്നു? ആര് പറഞ്ഞു അല്ലെന്ന്? ഇതിനേക്കാൾ 1000 മടങ്ങ് നല്ല തലമുറയായിരുന്നില്ലേ 80-ലെ തലമുറ? ആയിരുന്നില്ലേ? ഒട്ടും മാറ്റം വന്നതിനൊന്നും കാണുന്നില്ലേ? സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് റമളാൻ മാസം എന്ന് പറയുന്നത് അച്ചടക്ക ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച്, മാനസ നിയന്ത്രണം ശീലിപ്പിച്ച്, നമ്മളിൽ മനുഷ്യത്വം വളർത്തിയെടുത്ത്, അങ്ങനെ ഹൃദയവിശുദ്ധിയിലൂടെ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോടടുത്ത് നമ്മളെ ശക്തരാക്കാനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് നോമ്പ്. അല്ല നമ്മളെ തോപ്പിക്കാനും ദുർബലം, നമ്മളെ കരുത്തരാക്കുകയാണ്. നോമ്പ് വെച്ച് വളർന്ന ഒരുത്തൻ എൻ്റെ അള്ളാഹു എന്നോടൊപ്പം ഉണ്ടെന്നറിയുന്ന ഒരനുഭൂതിയിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരസ്പരം സ്നേഹത്തോടെ പങ്കുവെക്കുമ്പോൾ ചോദിക്കും, എന്നിട്ടിപ്പോൾ എങ്ങനെയാണ്? സാരമില്ല ഉസ്താദ്, പടച്ചവനില്ലേ കൂടെ. ആ ഒരു വാക്കുണ്ടല്ലോ, പടച്ചവനില്ലേ കൂടെ എന്ന് പറയുന്ന ആ വർത്തമാനം നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ബോധം തരുന്നത് ഈ നോമ്പും നിസ്കാരവുമാണ് കേട്ടോ. നീ തൂങ്ങിച്ചാകണ്ട മോനെ, നിനക്ക് നല്ല ഭാവിയുണ്ട്, നിൻ്റെ റബ്ബ് നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബ് കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു അനുഭൂതി. നോമ്പിനെ മലയാളത്തിൽ പറയുന്നു ഉപവാസമെന്നാ, ചേർന്ന് താമസിക്കുക എന്നാ. ആരോട്? അള്ളയോടെ ചേർന്ന് താമസിക്കല. നോമ്പെന്ന് പറയുന്ന ആ പരിശുദ്ധിയിലൂടെ നമ്മുടെ മൃഗീയ വാസനകളെ വളർത്തി വലുതാക്കുന്ന, നമ്മുടെ ഭക്ഷണപാനീയ ഭോഗതാല്പര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുമ്പോൾ അത് ഇല്ലാത്ത, അതാവശ്യമില്ലാത്ത,
അതില്ലാതെ ജീവിക്കുന്ന നിലനിൽക്കുന്ന നമ്മുടെ അള്ളയോട് നമ്മുടെ മനസ്സ് അടുത്ത് നിൽക്കുക. അപ്പോഴാണ് നമ്മൾ അള്ളയോട് അടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ മൃഗീയമായ മുഴുവൻ വാസനകളെയും ശക്തമായ പരിശീലനങ്ങളിലൂടെയേ തളർത്താനാവുകയുള്ളൂ. അങ്ങനെ തളരുമ്പോഴേ മനസ്സ് വളരുകയുള്ളൂ. അതിൻ്റെ അള്ളാഹുവിനോടുള്ള ബന്ധം ഞാൻ സൂചിപ്പിക്കാറുണ്ട്. എപ്പോഴും ഈ മനസ്സെപ്പോഴും അള്ളാഹുവിലേക്ക് ടച്ചില്ല. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, അപ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും. സ്വിച്ച് ഇട്ട പോലെയാണ്. അള്ളാഹ് എന്ന് ഓർക്കുമ്പോൾ അള്ളയിൽ നമ്മുടെ മനസ്സ് ടച്ചാണ്. മനസ്സും വജസ്സും അള്ളയെ ടച്ച് ചെയ്തു നിൽക്കുന്ന ഭൂമിയിലെ മനുഷ്യനിലെ ഒരു രണ്ട് പ്രതിഭാസങ്ങളാണ്. വജസ് വാക്കും അങ്ങോട്ട് എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് സ്വർഗത്തിലെത്തുന്നെന്ന് പറഞ്ഞില്ലേ. മനസ്സ് അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ് ടച്ചാകുന്നുണ്ട്. അള്ളാഹ് നമ്മളോടും ടച്ചാകുന്നുണ്ട്. അതിന് അള്ളാഹ് തന്നിരിക്കുന്ന ഓർഗൻസാണിത്. അത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ കേടാക്കരുതേ. അതിനെ ശക്തമായ പരിശീലനം കൊണ്ടല്ലാതെ അതിനെ തളർത്താനാവില്ല മൃഗവാസനയെ. എന്നാൽ മൃഗവാസനയെ ഒഴിവാക്കാനും പറ്റില്ല. ശരീരം നിലനിൽക്കാൻ ആ മൃഗവാസനയ്ക്കനുസരിച്ച് ഉണ്ണണം. അതുപോലെ തന്നെ കുടിക്കണം, നമ്മൾ ഇണചേരണം. അതില്ലെങ്കിൽ ബോഡി പോകും. ബോഡിയെ നിലനിർത്താൻ തന്നതാണ്, പക്ഷെ അതിനെ തളർത്തിയില്ലെങ്കിൽ ഉള്ളം വളരില്ല. അതുകൊണ്ട് മുല കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുലകുടി ഇന്നോളം താനേ നിന്ന് പോയിട്ടുണ്ടോ? ഏത് ദുശ്ശീലങ്ങളെയും അല്ലെങ്കിൽ നിർത്തപ്പെടേണ്ട ശീലങ്ങളെയും ശീലിപ്പിച്ചല്ലാതെ ഇടപെട്ടല്ലാതെ ലോകത്തൊന്നും തളർത്തിയിട്ടില്ല, ഇല്ലാതാക്കിയിട്ടില്ല. മുല കുടിക്കുന്ന കുഞ്ഞു പോലെ അന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അല ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിമുഹു യൻഫതിമി. ബൂസിരി റഹ്മഹുല്ലാ ബുർദയിൽ പാടിയല്ലോ, അന്നഫ്സു കത്തിഫിലി, മനുഷ്യൻ്റെ മനസ്സ് മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് മനസ്സൊരു മുലക്കുട്ടി. യൗവനം വരേക്കുമത് നിറുത്തിടാ തടുക്കായികിൽ സ്തന്യനിപാനം മുലകുടി. അതിനെ തടുത്തില്ലെങ്കിൽ മുലകുടി നിർത്തൂല. ഇടപെട്ടേ മുലകുടി നിർത്തൂ. ഒരു കുഞ്ഞും ഇന്ന് വരെ ഇനി എനിക്ക് മുലകുടി വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇടപെട്ട് തന്നെ നിർത്തണം മനുഷ്യൻ്റെ ശീലങ്ങളെ. മറിച്ച പൈതലിനെ തന്ത്രപൂർവം തടയുകിൽ മതിയാക്കും വേഗത്തിലാ ശീലമനൂനം. അതിനെ തന്ത്രത്തിൽ തടഞ്ഞാൽ പിന്നെ മുല കുടിക്കണ്ട. അത്രയും പ്രിയങ്കരമായ മുലകുടിയെപ്പോലും തന്ത്രപരമായ തടയലിലൂടെയാണ് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. എല്ലാ കാലവും മുല കുടിക്കാൻ മക്കളെ അനുവദിക്കാറുണ്ടോ? നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പഠിപ്പിക്കുക. അങ്ങനെ മാലിന്യങ്ങളിൽ നിന്ന്, മൃഗീയതയുടെ പകർപ്പുകളിൽ നിന്ന്, കലർപ്പുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് മനസ്സ് മുക്തമായാൽ നമ്മുടെ അള്ളാഹ് നമ്മുടെ കൂടേക്കിങ്ങ് വരിക. അതാ പറഞ്ഞത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബ് ആകാശത്തിൻ്റെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മളോട് മുട്ടി വരും. പടച്ചവനും നമ്മളുമായിട്ട്. നമ്മുടെ മനസ്സങ്ങനെ ഒരു സാധനം, അള്ളാഹയോട് ടച്ചാകുന്ന സാധനമാണ്. അതാ മനസ്സിവിടെ ഒന്നും ഒതുങ്ങാത്ത. സൗരയൂഥത്തിലൊന്നും മനസ്സൊതുങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? ആലുവയിലാണോ നമ്മുടെ മനസ്സിപ്പോൾ നിൽക്കണം? അമേരിക്കയിലല്ലേ? അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ പോയി, യൂറോപ്പ് എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിൽ പോയി, യു എ എന്ന് പറഞ്ഞപ്പോൾ യു എയിൽ പോയി. എവിടെ പറഞ്ഞാലും അതിനെല്ലാം അപ്പുറത്ത് പോകുന്ന അള്ളാഹുവിലേക്ക് കണക്ഷൻ സ്ഥാപിക്കാൻ അള്ളാഹ് തന്നിരിക്കുന്ന ഒരേ ഒരു ഓർഗനാണിത്. ആ മനസ്സ് നമ്മൾ സ്ഫുടം ചെയ്തെടുത്താൽ അള്ളാഹു കൂടെയാകും. അള്ളാഹ് കൂടെയായാൽ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെയാകും. എല്ലാം നമ്മളെ സ്നേഹിക്കും. മനസ്സിൻ്റെ സംസ്കൃതി, മനസ്സിൻ്റെ നൈർമല്യം നമ്മൾക്കുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൃഗീയതയുടെ മാലിന്യത്തെ പിടിച്ചു കെട്ടി നമ്മളെ പരിശീലിപ്പിക്കാൻ പറയണത്. അതുകൊണ്ട് നിർമ്മല മനസ്സ് നിർബലമായാൽ പ്രകൃതി നമ്മളോടൊപ്പമുണ്ട്. വയസ്തഗ്ഫിറു ലഹുമുൽ ഹീതാനു ഹത്താ യുഫ്തിറു. നോമ്പുകാരന് കിട്ടുന്ന ഗുണം പഠിപ്പിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, സമുദ്രത്തിലെ മത്സ്യങ്ങൾ നോമ്പുകാരന് വേണ്ടി നോമ്പ് തുറക്കുന്നത് വരെ പൊറുക്കൽ തോടി കൂടെയുണ്ട്. ഓക്കെ, സമുദ്രത്തിലെ മത്സ്യം നോമ്പ് വെച്ച ഒരാളെക്കുറിച്ച് അറിയുന്നവൻ്റെ മാനസിക നൈർമല്യം മത്സ്യത്തിനറിയാമെന്ന് സമുദ്രത്തിലെ അവൻ ദുആ ചെയ്തുകൊണ്ട് കൂടെയുണ്ട്. മനസ്സിൻ്റെ നൈർമല്യമുണ്ടെങ്കിൽ നമ്മളെ ആർക്കും വെറുക്കാനാവില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ കവികൾ പണ്ട് പറഞ്ഞത്, നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോൾ നിർമ്മല മനസ്കരായിരുന്നപ്പോൾ എല്ലാവർക്കും സ്നേഹമായിരുന്നു. ബാല്യമെൻ ജീവിത വാസരം തന്നെ കാല്യം കലിതാഭമായ കാലം പിച്ച നടക്കുവാൻ അമ്മ പഠിപ്പിച്ച പൊൽച്ചിലം പൊച്ചയുതിരും കാലം ആവർത്തനോത്സുകമാകുമാ വേളകൾ ഇമ്മർത്യനെങ്ങനെ വിസ്മരിക്കും. എന്തായിരുന്നു ആ കുട്ടിക്കാലത്തിൻ്റെ ആനന്ദം? ഒന്നുമില്ല. ഉള്ളതെന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്,
അദ്ദേഹം പറയുന്നുണ്ട്, പ്ലാവില കുമ്പിളിൽ പൂഴിച്ചോറെന്നെല്ലാം പാലിലും പ്രീതിതമായിരുന്നു. പ്ലാവില കുമ്പിലെ മൺചോറ്, പൂഴിച്ചോറ് പാല് കുടിക്കുന്നതിലും പ്രിയങ്കരമായി ആസ്വദിച്ചിരുന്ന ഒരു കാലം. എൻ്റെ മനസ്സിൻ്റെ നൈർമല്യത്തിൻ്റെ നാളുകൾ. 4-5 കമ്പിനാൽ തീർത്ത കുടിലിൽ ഞാൻ നാഗത്തെ നിത്യവും കണ്ടിരുന്നു. 4-5 കമ്പ് കൊണ്ട് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ കുടിൽ, കൊച്ചുകുടിൽ ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ നാഗത്തെ സ്വർഗം കണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ഇന്നലകളിൽ. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിച്ച നടക്കുവാൻ അദ്ദേഹം പറയാം, പച്ചിലക്കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചുകൈ തണ്ടിൽ കളിച്ചിരുന്നു. പൊൻപ്രഭ ചിന്നുന്ന തുമ്പികളൻ മുഖം ചുംബിച്ചൻ മുന്നിൽ പറന്നിരുന്നു. പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലേ പാട്ട്? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചാ. പക്ഷെ അതിൽ വലിയ ആദർശമുണ്ട്, ദർശനമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നൈർമല്യം പ്രകൃതിയെ നമ്മിലേക്ക് ആകർഷിക്കുന്നു. നമ്മുടെ മനസ്സ് സംശുദ്ധമായിരുന്ന നാളുകളിൽ പച്ചിലക്കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചുകൈ തണ്ടിൽ കളിച്ചിരുന്നു. അല്ലേ? കിളി വന്ന് കൈത്തണ്ടി വന്നിരുന്ന് കളിക്കും. അതിന് അന്യതാബോധമില്ല നമ്മളോട്. പൊൻപുറപ്പ് ചിന്നുന്ന തുമ്പികളൻ മുഖം ചുംബിച്ചൻ മുന്നിൽ പറന്നിരുന്നു. പൂത്തുമ്പികൾ എൻ്റെ മുഖം ചുംബിച്ച് മുന്നിലൂടെ വന്ന് പറന്ന് കളിക്കും. ഒരു കുഞ്ഞായിരുന്ന എന്നെ, കാരണം എന്നെക്കുറിച്ച് അതിന് പേടിയില്ല, മനസ്സിൽ കാലുഷ്യമില്ലാത്ത എൻ്റെ മനസ്സിനെ ആ പൂത്തുമ്പികൾ തൊട്ടറിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആയവ ഇന്നെന്നെ കാണുമ്പോൾ പേടിച്ച് പായുന്നു ഞാൻ ഇത്ര പാപിയെന്നോ. ഇന്ന് ഒരു പൂത്തുമ്പി വരുമോ നമ്മുടെ അടുത്ത്? ഓ ഒരു കിളി വരുമോ കൈത്തുമ്പിൽ കളിക്കാൻ? കാണുമ്പോൾ ഓടുമല്ലോ മനുഷ്യഗന്ധമടിക്കുമ്പോൾ. എന്തേ മനസ്സിനെ ഇങ്ങനെ മലിനമാക്കി? ഈ മാലിന്യത്തെ മുക്തപ്പെടുത്താൻ അള്ളാഹു തന്ന പദ്ധതിയാണ് നോമ്പെന്നറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനാവണം. അതുകൊണ്ട് അച്ചടക്കം ഒരു അലമ്പൻ പരിപാടിയല്ല. അലമ്പൻ പരിപാടി അച്ചടക്കമില്ലാത്ത ജീവിതമാണെന്ന് നമുക്ക് തിരിച്ചറിയാനാകണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മോടൊപ്പമുണ്ടെന്ന തോന്നൽ വരികയാണ്. മനസ്സ് സംസ്കരിച്ചാൽ, നിർമ്മലമായാൽ അള്ളാഹു ഒപ്പമുണ്ടാകും, മലക്കുകൾ ഒപ്പമുണ്ടാകും, പ്രകൃതി മുഴുവനൊപ്പമുണ്ടാകും. പൂത്തുമ്പിയും അതുപോലെ തന്നെ പൂക്കിളികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും നമ്മോട് നമുക്കൊത്താശ ചെയ്തുകൊണ്ട് ഒപ്പമുണ്ടാകും. പ്രകൃതി മുഴുവനൊപ്പം നിൽക്കും. എനിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിസമ്പന്നന്മാരും ഡോക്ടർമാരും അതുപോലെ തന്നെ സമ്രാട്ടുക്കളുമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എനിക്കാരുമില്ലെന്നറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം ആത്മഹത്യ ചെയ്യുന്നത് എനിക്കാരുമില്ലെന്ന അറിവിലാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്കൊരു നോമ്പുകാരൻ, ഒരു മുസ്ലിം എത്തില്ല. എൻ്റെ അല്ലാഹ് എന്നോടൊപ്പമുണ്ട്, ഉണ്ട് മുഅ്മിനിനോടൊപ്പം. അതുകൊണ്ടാണ് അള്ളാഹു നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏതൊരു കാര്യം ചോദിക്കുന്നവരോട് അള്ളാഹു തആല ഉത്തരം പറയുന്നത് കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. യസ്അലൂനക അനിൽ യതാമ, അനാഥകളെക്കുറിച്ച് ചോദിക്കുന്നു. കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇസ്ലാഹുല്ലഹും ഖൈർ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, കള്ളിനെ കുറിച്ച് ചൂതാട്ടത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. കുൽ പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് ഉത്തരം പറയുന്നു. യസ്അലൂനക അനിൽ ഷഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീ, വിശുദ്ധ മാസത്തിലെ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. കുൽ പറഞ്ഞു കൊടുക്കുക നബിയെ എന്നുള്ള പറയുന്നു. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ചെലവഴിക്കേണ്ടത് എന്തെന്നവർ ചോദിക്കുന്നു. കുൽ പറഞ്ഞു കൊടുക്കുക നബിയെ എന്നുള്ള പറയുന്നു. യസ്അലൂനക അനിൽ ലഹില്ലത്തി, ചന്ദ്രപ്പിറയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നു. കുൽ പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ അള്ളാഹു നോമ്പ് പറഞ്ഞിട്ട് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി, മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഖുർആൻ അവതരിപ്പിച്ച മാസമാ. ഖുർആൻ ഓതണേ. ഖുർആൻ ഓതൽ ഒന്നാമത്തതാണ്, പഠനം പിന്നത്തതാണ്. ചിലർ പറയുന്നുണ്ട് ഓതണ്ടെന്ന്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും, ഓതലിനെ ഒന്നാമതും പഠനത്തെ പിന്നെയുമാണ് ഖുർആനിൽ 4 അല്ലാഹു പരാമർശിച്ചത്. ഓതൽ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നതാണ്. ഖുർആൻ ഓതാൻ മറക്കരുതേ. ധാരാളം ഓതണേ. അർത്ഥം അറിയാതെയും ഓതിക്കൊള്ളണേ. അർത്ഥം അറിയണ്ട, അറിയാതെ ഓതിക്കോ. അറിയാൻ വേണ്ടി വേറൊരു സമയം കണ്ടെത്തുക. യത്ലു അലൈഹിം ആയാതിഹി, അറിയാതെയുള്ള ഓതലാണ്. വയുഅല്ലിമുഹുൽ കിതാബ്, അറിഞ്ഞോതലും അതിൽ വരുമെങ്കിലും അറിയാതെയും ഓതാം. ഉണ്ട് ഓതൽ തന്നെയാണ്. അർത്ഥം അറിയില്ലെങ്കിൽ ഓതരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ഖുർആൻ അറിയാത്തവനാണ്. ആ അള്ളാഹു ചോദിക്കുന്നതിനെല്ലാം നബിയെ അങ്ങ് പറയുക എന്ന് പറഞ്ഞിടത്ത് ഷഹ്റു റമളാൻ പറഞ്ഞതിന് ശേഷം പറയുക വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ
ഫഇന്നി ഖരീബ്, ഞാനിതാ അടുത്തുണ്ട്. കുൽ പറഞ്ഞു കൊടുക്കൂ നബി എന്നൊരു കുൽ പോലുമില്ല ഇവിടെ. പറഞ്ഞു കൊടുക്കണ്ട, അങ്ങ് പറഞ്ഞു കൊടുക്കണ്ട, ഞാനുണ്ട് ഇവിടെ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ കുൽ, അങ്ങ് പറയാനൊന്നും പോണ്ട. ഫഇന്നി ഖരീബ്, ഞാനുണ്ട് ഇവിടെ. ഉജീബു ദഅവത്തദ്ദാഇ, അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി. ഇതാ ദാനി, പക്ഷേ അവൻ പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ മാത്രം, വിളിക്കേണ്ടിടത്ത് ആരെയും വിളിക്കും മുമ്പേ അള്ളയെ വിളിക്കുക. ദുആ ദുആ ദുആ. ശുദ്ധമായ മനസ്സും വെച്ച് അള്ളയെ ഒന്ന് വിളിച്ചു നോക്കാവോ? അള്ള ഒപ്പം നിൽക്കുന്നത് കാണാം. അതിനുവേണ്ടി അള്ള തന്ന അത്ഭുതത്തിൻ്റെ പേരാണ് നോമ്പ്. ആ മനസ്സിനെ സംസ്കരിക്കാൻ അല്ലാഹു തആല അത് മനസ്സിലാക്കി അമൽ ചെയ്യാം. റബ്ബ് തആല ഈ പുണ്യമാസത്തിൽ നമുക്ക് ഭാഗ്യം തരട്ടെ. ആ വിശുദ്ധ നിമിഷങ്ങളിലൂടെ, നാളുകളിലൂടെയാണ് നമ്മുടെ മൃഗവാസനയെ തടുത്തു നിർത്താൻ നമ്മൾ ശീലിക്കുന്നുണ്ട്. അതിൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും തലമുറയും എല്ലാം നോമ്പ് വെച്ച് തന്നെ വളരട്ടെ. ഇല്ലെങ്കിൽ അവർ മൃഗമാകും, അവർ പിശാചാകും. അവരെ ജീവിതത്തിൻ്റെ ശരീരത്തെ പിടിച്ചു കെട്ടുന്ന, മനസ്സിനെ നിയന്ത്രിക്കുന്ന അച്ചടക്കപാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ മഹാദുരന്തം വളരെ വൈകാതെ വലുതാകും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നാമും നമ്മുടെ മക്കളും ഒന്നിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റമദാനിൻ്റെ അച്ചടക്ക പദ്ധതികളോട് സമരസപ്പെട്ട് നോമ്പ് വെച്ച് തഹജ്ജുദിന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നമസ്കരിച്ച് ഇതാ ദആനി, അള്ളാഹുവിനോട് ആവശ്യം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകൾ നടത്തി നാവ് നിയന്ത്രിച്ച് കണ്ണ് നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പദ്ധതിയോട് സമരസപ്പെട്ട് അള്ളാഹുവിനോടെ ഒപ്പം നിർത്താൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം തരുമാറാകട്ടെ എന്ന ദുആയോടെ